ഇപ്പോൾ ആകെ 3 മക്കളാണ് എനിക്കില്ല. 2 പേര് ആണും മൂന്നാമത്തതുമാണ് പെണ്ണ്. ഈ ആണുങ്ങൾ 2 പേരും ഷിപ്പിലാണ്. ഈ മകൾ ആക്സിഡൻറ്റ് അതിൻ്റെ ഞാൻ ഡേറ്റും കാര്യമെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 23 ഈ ആക്സിഡൻറ്റ് ഉദുമ മാങ്ങാടുന്ന് സംഭവിക്കുന്നത്. അവിടുന്ന് ഉടനെ പിന്നെ അവിടുത്തെ ജനങ്ങൾ ആശുപത്രിക്ക് കാസർഗോഡ് കേരളയിലേക്ക് കൊണ്ടുവരികയും അവിടുന്ന് പിന്നെ അപ്പോഴേക്ക് നമ്മൾ എത്തിയില്ല. കാസർഗോഡൊക്കെ എത്തുമ്പോൾ പിന്നീട് മംഗലാപുരത്തേക്ക് ഡോക്ടർ പറഞ്ഞ് അടിയന്തരമായി കൊണ്ടുപോകണം, ഒരു ഓപ്പറേഷൻ. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായി. അവിടെ 9 ദിവസം നിന്നു. പിന്നെ ഫൈനൽ കോഡ് ആദ്യം ഡോക്ടർ പറഞ്ഞില്ല, പിന്നെ ഫൈനൽ കോഡ് പൊട്ടിയതാണ്. അതിപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ എവിടെയില്ല, ഫോറിനിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ വളരെ സ്ലോയിൽ ഫിസിയോതെറാപ്പിയിൽ മാത്രമേ ശരിയാക്കാൻ വേണ്ടി പറ്റുന്നില്ല അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ ആർന്ന് ഡോക്ടർ പറഞ്ഞത് കൃഷ്ണകീർത്തി ഡോക്ടറാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഈശ്വരകീർത്തി ഇല്ല സർട്ടിഫിക്കറ്റ് അടക്കമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടായിരുമ്പോൾ പിന്നീടാണ് പിന്നെ തലശ്ശേരിയിൽ നിന്ന് ഇല്ലൊരു രാജീവ് ഗാന്ധി ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അവിടുന്ന് നമ്മൾ ചികിത്സ നടത്താൻ നല്ലൊരു ഡോക്ടർ പിന്നെ ആയുർവേദ ഡോക്ടർ വൈദ്യരുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയി ആംബുലൻസിൽ കൊണ്ടുപോയി അവിടെ പിന്നെ അയാൾ ആദ്യം നോക്കി ഇതേതായാലും എനിക്ക് പറ്റും എന്നുള്ള രീതിയിലാണ് ആശുപത്രി ആംബുലൻസിൽ നിന്ന് ഇറക്കുന്നത്. പിന്നെ 14 മാസം അവിടെ എടുത്ത് ചികിത്സ നടത്തി. പിന്നീട് അയാൾ പറഞ്ഞു എന്നോട് പറ്റില്ല ഇനി. പിന്നീട് നമ്മൾ പിന്നെന്തെന്ന് ചെയ്യൽ പറ്റില്ല എന്ന് പറഞ്ഞ വേറെ എന്ത് വഴിയില്ലല്ലോ. ഉടനെ പിന്നെ തലശ്ശേരി പിന്നെ കണ്ണൂർ തണൽ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി. ആ സ്ഥലത്ത് നിന്ന് അവിടുന്ന് അവരും ചികിത്സ നടത്തി. ഒരു 1.5 മാസക്കാലം ചികിത്സ നടത്തി. അവരും പറഞ്ഞത് ഇത് പിന്നെ ഇനി കൂടുതൽ നമ്മളോണ്ട് ഇടുന്നാവില്ല, നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോഴാണ് ഈ പറഞ്ഞ എൻ്റെ മരുവള ഭർത്താവ് എന്ന് പറഞ്ഞ കൃഷ്ണപ്രസാദ് തൃക്കൽപ്പൂർ, അയാളാണ് പറഞ്ഞിങ്ങനെ നരമ്പിൻ്റെ ഒരാളുണ്ട്. അങ്ങനെയാണ് പിന്നെ ഈ കക്ഷീനെ നമുക്ക് പേര് റാഷീദ് ഇല്ല കക്ഷി പിന്നെ പരിചയപ്പെടുത്തുന്നതും ഈ രോഗീനെ ആടുന്നേക്കിനെ നോക്കാനും വന്നു. ആ നോക്കാൻ വന്നതിൻ്റെ ഉടൻ തന്നെ ഇതെല്ലാം നോക്കി ഇങ്ങനെ കൈയും കാലെല്ലാം വലിച്ചു നോക്കി പറഞ്ഞ് എനിക്ക് 3 മാസത്തിൻ്റെ അവധി തരികയാണെങ്കിൽ ഞാൻ പൂർണ്ണമായും നടത്തി തരും. അപ്പോൾ ചാർജും പറഞ്ഞിരുന്നു. ഒരു ഫുൾ ഡേ 4000 രൂപയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം 2000 രൂപയും, ആഴ്ചയിൽ ഒരു ചികിത്സ, അത് രാത്രിയിലെ ചികിത്സയാണ്, അതിന് 10,000 രൂപയാണ് പറഞ്ഞത്. ഇത് എനിക്ക് ശരിയാക്കാൻ കഴിഞ്ഞില്ല, ഈ കാശെല്ലാം ഞാൻ തിരിച്ചു തരും എന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് വേറെ വിശ്വസിക്കേണ്ട പ്രശ്നം വരുന്നില്ല. വീട്ടിൽ 1,00,000 രൂപയോളം സാധനം പെൻസ് ഇയാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തു. ആ ചെയ്തു കൊടുത്തിട്ട് അതെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീടാണ് തൃക്കൽപ്പൂർ ഈ എൻ്റെ ചികിത്സാ കേന്ദ്രമുണ്ട്, അവിടുന്ന് കുറച്ച് ചികിത്സ ശരിയാവും എന്ന് പറഞ്ഞ് അവിടുന്ന് ചികിത്സ നടത്തുകയും ചെയ്തു. അവിടുന്ന് നടത്തിയിട്ട് ഞാൻ ആഴ്ചക്ക് പോകുന്നുണ്ട്, ഞാനും ഭാര്യയും. അവിടുന്ന് വലിയൊരു മെച്ചമില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിട്ടാകുമ്പോൾ ഇവിടെ മനസ്സിൽ നിന്ന് ഞങ്ങളെ 2 ആളെ അച്ഛനും അമ്മയോടുള്ളൊരു ബഹുമാനമോ കാര്യമോ ബഹുമാനം ഇതെന്ന് അർത്ഥം ഒരു തീരെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് എൻ്റെ മകൾ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ 2 ആളും ചർച്ച ചെയ്ത് എന്നിട്ടിപ്പോൾ മോക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. പിന്നീട് നമ്മളടുത്ത് പറഞ്ഞ് പിന്നെ ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്നെ കല്യാണം കഴിച്ചു തരണം, എന്നാൽ മാത്രം നടത്തിച്ചു തരാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ എന്നെ ചികിത്സ അങ്ങനെ മാത്രമേ എന്നെ നടത്താൻ പറ്റും എന്ന അർത്ഥത്തിൽ ഞങ്ങളോട് പറയുകയും നമ്മളത് വല്ലാണ്ടുള്ളൊരു ഷോക്കോട് കൂടിയിട്ടാണ് ആ ഒരു വാചകം മകളടുത്ത് നിന്ന് കേട്ടത്. അപ്പോൾ നമ്മളാകെ ഏതായാലും ചികിത്സ വേണ്ട, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ദിവസം അവിടുന്ന് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് വേറൊന്നുമില്ല, നമ്മൾ 2 ആൾ വേണം കൊണ്ടുപോകാൻ. അങ്ങനെ പിന്നെ കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടായിട്ടാകുമ്പോൾ ഇവളെ ആകെ സ്വഭാവം പിന്നെ റാഷീദ് കല്യാണം കഴിച്ചാൽ മാത്രമേ ഇല്ല, റാഷീദ് മരുന്ന് എടുത്താൽ മാത്രമേ ഞാൻ എടുക്കും, വേറെ ഒരു മരുന്നും എടുക്കില്ല എന്ന രീതിയിൽ വാശി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും കൂടി ഒരു വിഷമമുണ്ട്. അവൾ പിന്നെ മെൻസസ് ആയിട്ടുണ്ട്, ഇപ്പോൾ മെൻസസ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതിന് മരുന്ന് ഡോക്ടറെ കൊണ്ടുവന്നാൽ പിന്നെ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ആ ഒരു വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവൻ എന്നെ 2-3 പ്രാവശ്യം ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് മൊബൈൽ മറ്റേ ചെറിയ ഫോണാണില്ലത്, അത് ടൈപ്പ് ചെയ്യാൻ പറ്റാതെ എന്നെ പിന്നെ വളരെ തെറിയാണ് സംസാരിക്കുന്നത്. തെറി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാതെ തെറിയില്ല എന്നെ സംസാരിച്ചു. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതിന് ശേഷം ഞാനൊരു പിന്നെ മൊബൈൽ ഫോൺ ടൈപ്പ് ചെയ്യുന്ന സൈസ് അതിൻ്റെ ശേഷം 1-2 പ്രാവശ്യം മാത്രമേ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ.
ആ രീതിയിൽ തെറി വർത്താനാണ് എന്നോട് നിങ്ങളെ മോളെ ഞാൻ പൊക്കും, എന്തായാലും എടുക്കും. ഓൻ്റെ ലക്ഷ്യം, അയാളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഷൂറിൻ്റെ പൈസയാണ് അയാൾക്ക് ഒന്നാമത്തെ ലക്ഷ്യം. ആ ഇൻഷൂർ പൈസ മേടിക്കാനുള്ള ശ്രമമാണ് അയാളെ ഭാഗത്തുനിന്നുള്ളത്. അപ്പം അയാളെ ഭാര്യ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടുണ്ട്, നിങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളെ മകളെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ജീവിതം പോയിപ്പോൾ, എൻ്റെ 2 കുട്ടികളും വളരെ ബുദ്ധിമുട്ടിൽ വലിയ സാമ്പത്തികമായിട്ട് ഇല്ലാതെ ഫാമിലിയാണ്, നിങ്ങൾ അതിന് സഹായിക്കണം എന്നുള്ള രീതിയിൽ കരഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്ന് അയാൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് കുടുംബ കോടതിയിൽ നിന്ന്. ഇന്നാണ് അവർക്ക് ആ കേസ്. അപ്പോൾ നിങ്ങൾ ഹാജരായിട്ടുണ്ടാവും തോന്നുന്നു, അവർ ഹാജരായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു ഹാജരാവണം, അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ വരും, നിങ്ങൾ ഹാജരാവും. അപ്പോൾ ആ രീതിയിലാണ് ഇയാളെ സമീപനം. മാത്രമല്ല ഇവന് മയക്കുമരുന്നിൻ്റെ കച്ചവടം ഉണ്ട് എന്നില്ല എൻ്റെ മനസ്സിലായത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ആൾക്കാർ റോഡിൻ്റെ കരയിൽ തന്നെയാണ് വീട്. അത് നമ്മളെ ചന്ദ്രികാലേഖനെ അറിയും. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, ഇവൻ ഒരു ചുരുട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്ര വലിയ നമ്മൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ്. ആ ബിസിനസ്സും കൂടി ഇവനുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് ഇപ്പോൾ. അതെൻ്റെ മകളെ മോൻ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. അങ്ങനെ ഈ മകനും അവിടെ കുറച്ച് നാൾ സ്കൂൾ പൂട്ടിയിട്ടായിട്ടാകുമ്പോൾ അവിടെ നിന്നിരുന്നു, ഈ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതിൽ തർക്കമില്ല. ആ രീതിയിൽ തന്നെ എൻ്റെ ഒരു പ്രവർത്തനത്തിന് ഇന്ന് വരെ കേരള കൗമുദി ആ രീതിയിൽ എന്നെ ഒരു ഇൻ്റർവ്യൂ, അവർ 114 വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്ത്, അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി തിരക്കിന്. ഇൻ്റർവ്യൂ ചെയ്തതിന് ഞാൻ ഇതുവരെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയമോ അതുപോലെ തന്നെ വർഗീയോ അതുപോലെ തന്നെ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ ജാതിയൊന്നും നോക്കാതെ രീതിയിൽ തന്നെയാണ് ഞാൻ നാട്ടുമധ്യസ്ഥം 18 വയസ്സിലേ തുടങ്ങിയാണ്. കുടുംബ മധ്യസ്ഥം കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ എനിക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടി പറ്റി. ആ രീതിയിൽ ഇടപെടുന്ന ഒരുത്തനാണ് ഞാൻ. അങ്ങനെയില്ല എനിക്കെതിരായിട്ട് എൻ്റെ സ്വന്തം മകളെ ഇവനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വർത്തമാനം പറയിപ്പിക്കാൻ കഴിഞ്ഞുവല്ലോ എന്ന മാനസിക വിഷമം എനിക്ക് വളരെ ഉണ്ട്. ഇത് വെച്ചാൽ സഹിക്കാൻ കഴിയാത്ത രീതിയിലാണ്, ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ പ്രതികരിക്കുന്നത്. കാരണം സ്വന്തം മകള് ഇങ്ങനെ പറയിപ്പിക്കാൻ മറ്റൊരു ഒരു വൈദ്യൻ എന്ന് പറഞ്ഞാൽ അവന് കഴിഞ്ഞുവല്ലോ എന്നില്ല ആ ഒരു വിഷം എന്നെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമായിട്ടുണ്ട്. ആ ഒരു വിഷമാണല്ലോ ബാക്കി മകൻ പറയും. ഇവൻ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവൻ വേറെ ട്രീറ്റ്മെൻറ്റ് ഇടുന്നത് പുറത്തും പോകാറുണ്ട്. ആ സമയത്ത് തന്നെ വേറെ കാസർഗോഡ് അവിടെ ഇവിടെയൊക്കെ വേറെ പേഷ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞ് പോകാറുണ്ട്. പിന്നെ ഈ പുള്ളിയൊക്കെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രി ചികിത്സ ഉണ്ട്. ഇപ്പോൾ കിടന്ന് 12-13 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടുമ്പോൾ നമുക്ക് ഇവന് ഈ ഡ്രഗ്സിൻ്റെ പരിപാടി ഉണ്ടെന്നുള്ളത് ബോധ്യം വന്നത്. പിന്നെ അതിന് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ മരുന്ന് വാങ്ങാനെന്ന് പറഞ്ഞ് അധികം വരുന്ന ചെറുപ്പക്കാർ തന്നെയാണ്. ഹെൽമെറ്റ് പോലും ഒഴിക്കാണ്ടാണ് കൂടുതൽ ആ ഭാഗത്തേക്ക് വരുന്നത്. അപ്പം മരുന്ന് എന്നാണ് ആദ്യം ഇത് കണ്ടിന്യൂസ്. ആദ്യം ഇവൻ വരുമ്പോൾ ഞാൻ നാട്ടിലില്ല, ഞാൻ ഷിപ്പിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഇവൻ്റെ ആക്ടിവിറ്റിയും ശ്രദ്ധിച്ചത്. കുറേ ആൾക്കാർ വരുന്നുണ്ടല്ല, അധികം ചെറുപ്പക്കാരാണ് ബൈക്കിൽ ഹെൽമെറ്റൊക്കെ ഇട്ട് വരുന്നത്. പിന്നെ കുറച്ച് കാറിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റി ഇവിടെ ഇതൊന്നും തെളിവായി കാണാതെ ഒരു പുറത്തായിട്ട് കാണാം, കടലാസിൽ ചുരുട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം എൻ്റെ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു. ഇവൻ്റെ പെരുമാറ്റം ചില സമയത്ത് ഭയങ്കര വൈൽഡായിട്ടായിരിക്കും എല്ലാവരോടും പെരുമാറുന്നത്. ഇനി ചികിത്സാ രീതി എന്ന് പറയുന്നതും ഇവൻ ചികിത്സിക്കുമ്പോൾ ആരും അവൻ ചോദിക്കാനൊന്നും പറയാനോ പാടില്ല. ആ ഒരു തരത്തിലുള്ള ചികിത്സ എന്നോ പറയുന്നത്. എൻ്റെ ഹോം നേഴ്സിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹോം നേഴ്സിനെ സ്ഥിരമായി നമ്മളിപ്പോൾ 25 മാസമായി ടോട്ടൽ. ഈ 1 മാസം മാത്രമേ ഉണ്ടായിരുന്നില്ല. 24 മാസം ഹോം നേഴ്സ് സൊസൈറ്റി മുഖാന്തരം മാറി മാറി തരും അവരാണ്. അങ്ങനെ അത് ഇവർ മാറി മാറി ആള് തരുന്നതാണ്. ഒരാളില്ല. 10 ദിവസം വാലിറ്റീവ് സൊസൈറ്റി അല്ല ഇതിൻ്റെ ഇങ്ങനെ ഈ ഹോം നേഴ്സിനെ വിതരണം ചെയ്യുന്ന സൊസൈറ്റികൾ തണൽ മുഖാന്തരം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സൊസൈറ്റി. അപ്പോൾ അവർ ചിലപ്പോൾ 10 ദിവസം ചിലപ്പോൾ 5 ദിവസം ഇങ്ങനെ മാറി മാറി തരുന്നതാണ്. ഇപ്പോൾ ഒരു നേഴ്സ് ഇപ്പോൾ 1 മാസം സ്ഥിരമായി കണ്ടിന്യൂ ആയിട്ട് തന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ തരുന്നത് നമുക്ക്. അപ്പോൾ അവർക്ക് പിന്നെ ഒന്നും കൂടി ചെയ്തതിന് ഫോൺ നമ്മൾ അവൾ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഫോൺ വാങ്ങിച്ചു വെച്ചിരുന്നു. കാരണം ഇവനായിട്ടുള്ള ഇതിൽ വന്നതിന് ബന്ധം വേണ്ടെന്നുള്ള ഇതിൽ ഞാൻ ഫോൺ മേടിച്ചു.
അതെ അതെ അതെ. ആ നമുക്കറിയില്ല, ആ ഫോൺ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ വളരെയധികം ഗുണം ചെയ്യും. ആ രീതിയിൽ തന്നെ എങ്ങനെയില്ല ആ ഫോൺ ഇതായി. അത് മാത്രമല്ല, എനിക്ക് അതിലൊരു സംശയം, കുളിക്കാൻ പോകുമ്പോൾ റൂമിൻ്റെ അകത്തുനിന്ന് എടുത്ത മാതിരിയാണ് അതിൻ്റെ സൈഡ് ഇത് കാണുന്നത്. നമ്മളും കണ്ടു നിങ്ങളെ ഇതിൽ നിന്ന്. അപ്പോൾ ആ കാണുമ്പോൾ ആ കുളിമുറിയിൽ ഏകദേശം 1-1.25 മണിക്കൂർ മുമ്പേ സമയം വേണം. ഇപ്പോൾ ഒരു 1.25 മണിക്കൂർ ഏറെ കുളിമുറിയിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ ആ സമയത്താണ് ഇത് സംസാരിച്ചത് എന്നതിൽ സംശയം ഇല്ല. ഒറ്റ കുളിക്കുന്നതിൻ്റെ ഇതിൽ ഇരുന്നിട്ട് അത് വീൽ ചെയറിൽ ഇരുന്നിട്ട് കൈക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ, അരക്ക് മേലെ എല്ലാ പ്രശ്നവും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ 1.25 മണിക്കൂറോളം ഈ ഇത് ആർന്നാണ് പിന്നെ ഈ ഹോം നേഴ്സ് ഉള്ളുന്ന് ഇത് വീൽ ചെയറിൽ കൊണ്ടുവരുന്നതെല്ലാം പിന്നെ ഈ ഹോം നേഴ്സ് തന്നെയാണ്. അതിൽ ഇതില്ല. പിന്നെ അത് മാത്രമല്ല, ഇവന് ഏകദേശം ഒരു 4.25 ലക്ഷത്തോളം രൂപ കാശായിട്ട് മേടിക്കുകയും ചെയ്തതിന്. അപ്പോൾ എനിക്കൊരു പൈസ പെട്ടെന്ന് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മകൾ തൃക്കരിപ്പൂരിന്ന് 50,000 രൂപ ചോദിച്ച് ഫോൺ വന്നു. അപ്പോൾ എനിക്കൊരു എത്താൻ കഴിഞ്ഞില്ല, അന്ന് കാശ് ഉണ്ടായിരുന്നില്ല. പിന്നെ മകളാണ് പറഞ്ഞ കാശ് ചികിത്സ കാശ് കൊടുക്കണ്ടേ, അങ്ങനത്തെ ഒരു പറയാതെ മകളാണ് പെട്ടെന്ന് എന്നോട് പറയുന്നത്. ഞാൻ എന്തിനായാലും ഉടനെ 50,000 രൂപ ക്യാഷ് തന്നെയാണ് കൊടുത്തത്. പിന്നെ എന്നിട്ട് മാത്രമല്ല, ഇപ്പോൾ ഞാൻ പിന്നെ പള്ളി കമ്മിറ്റിക്ക് ഒരു കത്തും കൂടി കൊടുത്തു. ആ കത്തിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. അതിൽ ഏകദേശം ബാധ്യതകളിലും കൊടുത്തിട്ടുണ്ട്. അവരും പറഞ്ഞത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ അവനൊരു വിശ്വസിക്കാൻ കൊള്ളാതെ കക്ഷിയാണ്. എങ്കിലും നിങ്ങൾ ഒരു അച്ഛൻ്റെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പള്ളിയിലത്തെ പ്രസിഡൻറ്റ് സെക്രട്ടറികൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. ഞാൻ പിന്നെ ഒരു മതത്തിൻ്റെ പേരിൽ പ്രാധാന്യം കാണുന്നതല്ല. ഇവനും ഭാര്യയും മക്കളും ഈ കക്ഷിക്ക് ഇല്ലെങ്കിൽ എൻ്റെ മകൾ വീടുകട ആയതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. അതിൽ ഒരു തർക്കവുമില്ല. കാരണം നല്ല രീതിയിൽ പിന്നെ പോറ്റാൻ കഴിയുന്നതിലൊരു ഉറപ്പ് നമുക്ക് കിട്ടുകയായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ മറ്റൊരു ശാവാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഈ നിലവിലുള്ള ഭാര്യയും മക്കളും ശാവാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതല്ലാണ്ട് നമ്മൾ ഇതിന് തയ്യാറാവട്ടെ. ഇപ്പോഴും നിങ്ങളിപ്പോൾ അതിന് നേരിട്ട് സംസാരിച്ചാൽ തന്നെ മനസ്സിലാവും. ഒറ്റ കാര്യം, ഈ റഷീദ് പിന്നെ ചികിത്സ അത് മാത്രം, വേറെ ഒരു വർത്താനം. അഥവാ ഇതിൽ പറഞ്ഞാൽ ഞാനിപ്പോൾ പിന്നെ ആദ്യം എന്നെ അടക്കം ചീത്ത പറഞ്ഞു. അത് പിന്നെ ഞാൻ എൻ്റെ മകള് പ്രശ്നമല്ല, അവളല്ല അത് പറയുന്നത് എന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് വളരെ കൂളായിട്ട് കേൾക്കുകയും ഇപ്പോൾ ഞാൻ മോളുമായിട്ട് അങ്ങനെ സംസാരമില്ല. റൂമിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഭക്ഷണ സാധനങ്ങൾ നല്ല നല്ല ഭക്ഷണ സാധനങ്ങളാണ് കൊണ്ടുപോകും. എന്താ വെച്ചാൽ ശരീരത്തിന് വേറൊരു തകരാറ് വന്നുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നല്ല സാധനങ്ങളാണ് ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഭക്ഷണം നല്ല കഴിക്കും. ഇപ്പോൾ വീട്ടിലുണ്ട് കൂടെ. ഇപ്പോൾ ഞാൻ പിന്നെ ഹോം നേഴ്സ് ഉണ്ട്. ഹോം നേഴ്സ് ഇല്ലാതില്ല ദിവസമില്ല. ഇപ്പോൾ 2 ദിവസം ഇപ്പോൾ പിന്നെ ഇന്നലെ കുഞ്ഞിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പട്ടനെ വേണ്ടി വന്നു എന്തായാലും. അപ്പോൾ ഇന്നലെ ഇല്ല, ഉച്ചവരെ ഉണ്ട്. അല്ല, ഈ എനിക്കിൽ സംശയം, ഇവർ നമ്മൾ ബാത്റൂമിൽ, അതാണ് ഞാൻ ബാത്റൂമിൻ്റെ സൈഡാണ് അതിൽ കണ്ടത്. ഈ പിന്നെ എന്താ അതിനെ പറയല്, പാമ്പസ് ഒരു ദിവസം 12 പാമ്പസ് വരുന്നു. ഇത് നല്ലോണം വെള്ളം കഴിക്കും. 12 പാമ്പസാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മളതങ്ങനെ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ബൾക്കായിട്ട് മേടിക്കുന്നതുകൊണ്ട് കുറച്ച് പൈസ കൂടുതൽ. ഞാൻ ഒരിക്കൽ മേടിക്കുമ്പോൾ 45ൻ്റെ ബണ്ടലാണ്. അങ്ങനത്തെ 2 ബണ്ടലും കാര്യങ്ങളെല്ലാം മേടിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ അവളെ പൈസ എല്ലാം തോപ്പിച്ചതാണ് പറഞ്ഞത്. അത് ഉദ്ദേശിക്കുന്നത് ഏതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 52 ലക്ഷം ഉറുപ്പിയോളം എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി. എൻ്റെ കയ്യിൽ അത്രയൊന്നും ഇല്ല. ഞാൻ ബിൽഡിംഗ് കെട്ടി താക്കോൽ കൊടുക്കലായിരുന്നു തൊഴിലുണ്ടായത്. അത് ഞാൻ ആരോഗ്യപരമായിട്ട് പ്രശ്നമില്ലതുകൊണ്ട് ഞാൻ ആ തൊഴിൽ നിർത്തി ഒരു കുറച്ച് ഇതിലാണ്ട് ജീവിക്കാം. 2 ആൾ ഷിപ്പിലുണ്ടിയുണ്ടല്ലോ, അപ്പോൾ അവരും ചിലവിന് പൈസ തരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതായാലും എൻ്റെ പണി വേണ്ട എന്നുള്ള രീതിയിൽ മതിയാക്കി നമ്മൾക്കാണ് ഇങ്ങനെയുള്ളൊരു അപകടം നമ്മൾ തേടിയെത്തിയത്. അപ്പോൾ അതിൽ ഞാൻ സാമ്പത്തികമായിട്ട് വിഷമത്തിലാണ് ഉള്ളത്. ഈ 52 ലക്ഷം ഉറുപ്പിക തന്നെ ഒരു കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയെല്ലാം അടുത്ത സുഹൃത്തുക്കൾ തന്നതാണ്. പിന്നെ മക്കളോടും കുറച്ച് മേടിച്ചിന്. അത് കടായിട്ട് മേടിച്ചാണ് നേരെ പറഞ്ഞത്. കാരണം കടായിട്ട് തന്നാൽ മതി തരാമെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് കൂടാതെ വേറൊരു 20 സെൻറ്റ് സ്ഥലമുണ്ട്, അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇത് നല്ല രീതിയിൽ നടത്തണം എന്നുള്ള രീതിയിൽ തന്നെ എൻ്റെ മകളെ
എങ്ങനെയെല്ലാം എവിടെയെല്ലാം ചികിത്സ നടത്താൻ പറ്റുമെങ്കിൽ ഇനി ഞാൻ നിങ്ങളിപ്പോൾ ഈ പത്രക്കാരില്ലയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്ന വീടും പുറമും കൂടി വിറ്റിലും കൂടി എൻ്റെ മകളെ ശുശ്രൂഷിക്കാൻ തയ്യാറാണ്. എവിടെ അപ്പോൾ നമ്മൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് മംഗലാരം കരുണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളൊരു അടുത്ത പിന്നെ സുഹൃത്ത് എന്ന രീതിയിൽ അമേരിക്കയിൽ ഇപ്പോൾ പിന്നെ എല്ലാം അയച്ചു കൊടുക്കാമല്ലോ റിപ്പോർട്ട്, ഈശ്വരകൃത്യയുടെ റിപ്പോർട്ടെല്ലാം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ വേണ്ടി പറ്റില്ല. ഞാൻ പറഞ്ഞതിന് ഒന്നിക്കൽ പിന്നെ ഉറപ്പ് തരണം, ഒന്ന് പിന്നെ ചികിത്സ നടത്തിച്ച് തരാമെന്നില്ല ഉറപ്പ്, മറ്റൊന്ന് എത്രയാണ് കാശാവുന്നത്. എന്നാൽ നമ്മൾ വീട് അടക്ക് അതെ അല്ലല്ല കാരണം ആ ഒരു കപ്പലുകാരനെ അയാൾ ഞാൻ അടുത്ത സുഹൃത്താണ്. ഈ പിന്നെ നമ്മളവിടെ ഓപ്പറേഷൻ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് അപ്പം തന്നെ അടുത്ത റിപ്പോർട്ട് കിട്ടി. പിന്നെ അന്വേഷിച്ചിട്ടാണ് പറഞ്ഞത് നമുക്ക് ഉറപ്പ് തരാൻ കഴിയില്ല, നിങ്ങൾ കൊണ്ടുപോവാ. കാരണം ഞാൻ പറഞ്ഞപ്പോൾ കാസർഗോഡ് പോകുന്ന കാര്യമല്ലല്ലോ അമേരിക്കയ്ക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഉറപ്പ് കിട്ടിയാൽ ഞാൻ ഇനിയും ആരെങ്കിലും ചികിത്സ ഉറപ്പ് തരണം, കാശും ആദ്യം തന്നെ പറഞ്ഞാൽ ഞാൻ ഇനിയും കൂടി പിന്നെ ചികിത്സിക്കാൻ തയ്യാറാണ്. 4 മാസം ടോട്ടൽ 2 മാസമാണ്. 2 മാസം ഇപ്പോൾ എത്ര വർഷം 4 വർഷം. ഈ 4 മാസത്തിൽ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഉച്ചക്ക് കൊണ്ടുപോകും, 1.5 മണിക്കൂർ കോട്ടിക്കോളം ഉദമയിൽ തുടങ്ങി പിന്നെ 1.5 മണിക്കൂർ നേരം അതുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി വരും. പിന്നെ ഹൈക്കോടതിയിൽ അതിന് ഹൈക്കോടതിയിൽ ഒരു റിട്ട് എന്തിൻ്റെ പേര് അർജുൻ എന്ന് പറഞ്ഞ ആള് പിന്നെ അർജുൻ ഇവൻ്റെ ഫ്രണ്ട് ഒപ്പരം നടക്കുന്നത്. അപ്പോൾ ഇവർക്ക് പരിചയം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇല്ല, ഈ ഇവിടെ 2 മാസം അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയല്ലോ, ആ പരിചയം മാത്രമാണ് ഈ കക്ഷിക്കുള്ളത്, അല്ലാണ്ടില്ല മറ്റേ ഇതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അർജുൻ കേസ് കൊടുത്തിട്ട് പിന്നെ വന്നതിന് ശേഷം നമ്മൾ ഉടനെ ഏവിയസ് കോർപ്പറേഷൻ ഹർജി കൊടുത്തവർ നമുക്ക് പിന്നെ കോടതിയിൽ നിന്ന് ആൾ വന്ന് നമ്മൾക്ക് അതിൻ്റെ ഇത് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സമയത്തിന് നമ്മൾ ഇവിടുന്ന് പോവുകയും ചെയ്തു. പോയിട്ട് നമ്മൾ ഈ എല്ലാ റിപ്പോർട്ടും കൊണ്ടുപോയിരുന്നു. നമ്മൾ ഈ ആശുപത്രിയിൽ ചികിത്സ നടത്തി എല്ലാ റിപ്പോർട്ടും വക്കീൽ മുഖാന്തരം ഹാജരാക്കിയിരുന്നു. പിന്നെ ജഡ്ജി എന്നെ ഡയറക്റ്റ് വിളിച്ച് ചേംബറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നെന്ന മാതിരിയാണ് സ്ഥിതി, ഇത് ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഉണ്ടായത്. ആ ഒരു രീതിയിൽ ഇവനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണല്ലോ. ഇവനല്ല, ഇതിൻ്റെ ആൾ റാഷീദാണ്. അപ്പോൾ ഏതായാലും ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് കാസർഗോഡ് സബ് ജഡ്ജിയാണ് വന്ന് മകളോടും എന്നോടും അടക്കം പിന്നെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റും എടുത്തിരുന്നു. അപ്പോൾ അവൻ നല്ല രീതിയിൽ പിന്നെ ഓനിലെ അനുഭവം ഈ സബ് ജഡ്ജിയോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ കേസ് പിന്നെ വലിയ വാദഗതി ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നിനക്ക് ധൈര്യമില്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനിൽ നിനക്ക് ചികിത്സ നടത്താം എന്ന രീതിയിൽ പറഞ്ഞിട്ടായിട്ടുമ്പോൾ ഇവന് ചികിത്സയോ കാര്യമോ ഒന്നും അറിയില്ല. അപ്പോൾ നിനക്ക് എഴുതുന്ന പൈസ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് നീ അതിൻ്റെ ഡീറ്റെയിൽ നിനക്ക് എങ്ങനെയാണ് പൈസ കിട്ടുന്നതെന്നില്ല എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തരണം എന്ന് പറയുമ്പോൾ അതുമില്ല. പിന്നെ വക്കീലടക്കം വിഷമമായതിൻ്റെ അടിസ്ഥാനത്തിൽ ആടുന്ന കേസ് പിൻവലിക്കുകയാണ് ചെയ്തത്. അതാണ് എൻ്റെ സത്യം. അപ്പോൾ എനിക്കിപ്പോൾ വലിയൊരു സംശയം, ഇതിൽ ആരല്ലോ ഇതിൻ്റെ പിന്നിൽ ഈ പിന്നെ മീഡിയക്കാരൻ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പോൾ ആദ്യം പ്രക്ഷേപണം ചെയ്ത BMC ഇതിൻ്റെ പിന്നിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയിക്കുന്നു ഞാൻ. കാരണം ഇങ്ങനെയല്ലോ അയാൾ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ലെങ്കിൽ അച്ഛനും അമ്മയില്ല എന്നുള്ള ഒരു അഭിപ്രായം ചോദിച്ചു. എന്താണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു, പല സ്ഥലത്തു നിന്നും വിളിച്ചു. ഞാൻ ഇല്ല കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. എന്തെന്ന കാര്യമാണ് എൻ്റെ സ്ഥിതി, ഇന്ന രീതിയിലാണ് ചികിത്സ ക്രമം ചെയ്തത് എല്ലാം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു കുടുംബത്തിന് എന്തു തന്നെ ആയാലും നിങ്ങൾ ആരായാലും നാളെ ഏത് കുടുംബത്തിൻ്റെ വരുന്നുണ്ട് ഇങ്ങനെ ഒന്ന് അന്വേഷിക്കാണ്ട് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരാഗ്രഹമുണ്ട്. അതെ എല്ലാം ഉണ്ട്, എല്ലാം നല്ല പിന്നെ ഞാൻ എന്തായാലും ആവുന്നില്ല. അത് ഞാൻ എന്നിട്ട് പിന്നെ കാഞ്ഞങ്ങാട് പിന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി, ഇവിടെ കൊണ്ടുപോയിട്ടില്ല. പോയി ആൾ രാത്രിയിലാണ് സംസാരിച്ചത്. രാത്രി കുറേ ആടെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് ആൾ പറഞ്ഞു ഈ ചില കാര്യങ്ങൾ ശരീരം ഫ്രീ കിട്ടിയാൽ ഈ പിന്നെ മാനസികമായി ഒറ്റ കാര്യം തന്നെ തിരിച്ച് കയറ്റാം. ആ കയറ്റിയാൽ മാത്രം പിന്നെ അതിനായിരിക്കും വർത്തമാനം. പിന്നീട് അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ശരീരം നമുക്ക് ഫ്രീ ആയി തരണം. ആ ഫ്രീ കിട്ടിയ ഇതേമാതിരി അതിനെ ഒഴിവാക്കാൻ വേണ്ടി സമയം പിടിക്കും എന്ന രീതിയിലാണ് അയാൾ പറഞ്ഞത്. അതിപ്പോൾ നമുക്ക് ആൾ പറയുമ്പോൾ മുറുകൻ
അയാളടുത്ത് പോയത്. അയാളടുത്ത് രാത്രി 12 മണിയായി കിട്ടുമ്പോൾ പിന്നെ ഞാൻ ആരോട് വിളിച്ചുറപ്പിച്ചിട്ടാണ് പിന്നീട് ഒന്ന് എന്നെ കയറ്റണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കയറ്റി. അയാൾ വ്യക്തമായി ഓരോ രീതിയിലും പിന്നെ മരുന്ന് കഴിക്കലാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ദുർഹിയും പറഞ്ഞു, എനിക്ക് മരുന്ന് നമ്മളത് മരുന്നാണ് മെയിൻ, അത് അവൾ ഏത് മരുന്നും കഴിക്കൂല, എല്ലാം മണപ്പിച്ച് നോക്കിയിട്ട് അല്ലാണ്ട് കഴിക്കൂല, മരുന്നുണ്ടെങ്കിൽ കഴിക്കൂല. അതെ, ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഈ ഫിസിയോതെറാപ്പിക്ക് സമ്മതിക്കുന്നില്ല, വേറെ ട്രീറ്റ്മെന്റിനൊന്നും സമ്മതിക്കുന്നില്ല. അതായത് അവന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ ഞാൻ എടുക്കൂ, അവന്റെ മരുന്ന് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. ആ ഒരു രീതിയിലാണ് ഒരു വാശി. ഇല്ല ഇല്ല അല്ല, അവർ നമ്മളറിയുന്നില്ല. ഇപ്പൊ ഈ ഫോൺ കിട്ടിയത് പോലും, ഈ റെക്കോർഡാക്കിയ ഫോൺ പോലും നമ്മളറിയുന്നില്ല. അല്ല, അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഫോൺ നേരത്തെ നമ്മൾ മേടിച്ചില്ല, ഇപ്പൊ ആകെ അടുത്ത കാലത്ത് നമ്മൾ ഫോൺ മേടിച്ചു. 1 മാസം 1.5 മാസം ആവും, 2 മാസമാവും, 2 മാസമാവും ഈ ഫോൺ മേടിച്ചിട്ട്, അവളെ കൈമൊന്ന് ഫോൺ മേടിച്ചിട്ട്. അതിനുപെട്ട ഫോൺ ഉണ്ട്. അപ്പോൾ പിന്നീട് ഇപ്പോഴാണ് ഇപ്പോൾ നമുക്ക് എനിക്കൊരു സംശയം കൂടി വന്നത്. എൻ്റെ വീടിൻ്റെ ചുറ്റുപാടും കാര്യം, അപ്പുറം പുതിയ റോഡ്, ഇപ്പുറത്തെ റോഡ് എല്ലാം വളരെ നന്നായിട്ട് വീടിൻ്റെ 4 ഭാഗം നടന്നിട്ട് എല്ലാം കണ്ടിരുന്നു. അപ്പോൾ എനിക്കുള്ളൊരു സംശയം, ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ജനലിൻ്റെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ക്ലിപ്പ് തുറന്നാൽ പിന്നെ അപ്പോൾ ഇവൻ വന്ന് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു, പിന്നെ ഇവിടെ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം, ഈ ഫോൺ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇടെ ഒരാഴ്ച മുമ്പിട്ട് ഈ റാഷീദിനെ കാസർഗോഡ് ഒരു മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് മേടിക്കുന്നതായിട്ട് കണ്ടതായിട്ട് ഒരാൾ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഈ സംശയം ഇപ്പോൾ കൂടി വന്നത്. പിന്നെ വനിതാ പിന്നെ പോലീസ് സെല്ലിൽ നിന്ന് പോലീസ് വന്നിട്ടുണ്ട്, SI വന്നിട്ടുണ്ടായി, 2 പോലീസുകാരും വന്നിട്ടുണ്ടായിന്. അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ SP-യോട് പിന്നെ പരാതി കൊടുത്തിരുന്നു. ഇന്നെന്ന മാതിരിയാണ് സ്ഥിതി. അങ്ങനെ ഒരു ദിവസം പിന്നെ ഇവരെ അയച്ചു തന്നിരുന്നു. എന്ത് പറയല്, കൗൺസിലിങ്ങിന് ഒരാളെ പോലീസിൻ്റെ നിന്ന് അയച്ചിരുന്നു തന്നു. അവർ 1 മണിക്കൂർ നേരം ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് അവരാണ് ഏറ്റവും നല്ല പിന്നെ കൂടുതൽ പരിചയമുള്ള ആളും പിന്നെ സർവീസുള്ള ആളും അവരെന്നാണ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ SP അയച്ചു തരുന്നത്. അവരെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ദിവസം 1 മണിക്കൂർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവർ പിന്നെ കോട്ടയക്കാരിയാണ്, അവരങ്ങോട്ട് പോയി. പിന്നീട് ഇപ്പോൾ കൗൺസിലിങ്ങിന് വേറെ ഒരു നല്ലൊരാളെ കിട്ടുന്നോ എന്നുള്ളൊരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? നല്ല ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ അവസ്ഥയിൽ നിങ്ങൾക്ക് പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ആളെ കിട്ടുകയാണെങ്കിൽ പിന്നെ ഞാൻ അതൊരു കൊടുക്കൽ നല്ലതായിരിക്കുന്നില്ല. അവരെ കാശ് നമ്മൾ കൊടുക്കാനും തയ്യാറാണ്. വന്ന് ശരി പറയാം. അതെ, അത് നിങ്ങൾ ചോദിച്ചുകൊണ്ടേ പറയാം. ഞാൻ പറയാതിരുന്നത് വെച്ചാൽ ഒരു കുടുംബക്കാരി ആയതുകൊണ്ട് കുടുംബം മാത്രം മതി എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞതിൻ്റെ. അത് പറഞ്ഞതിൻ്റെ ഞാൻ CPM-ൻ്റെ 74 മെമ്പർഷിപ്പ് എടുത്തവനാണ്. ഇപ്പോഴും പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്. 43 കൊല്ലം ഞാൻ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു, ഏരിയ കമ്മിറ്റി മെമ്പറല്ല. അത് അവർക്ക് അറിയാതെ പറഞ്ഞു പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ പിന്നെ സമ്മേളനത്തിന് എനിക്ക് ഈ ബ്രാഞ്ചുകളെല്ലാം ഈ സന്ധ്യയ്ക്ക് ശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ കോയമ്പിടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര കൊല്ലം ഇത്ര വർഷം ഞാൻ പിന്നെ ലോക്കൽ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചു, അതുമല്ല പുതിയ ആൾക്കാർ വരണം. എനിക്കിപ്പോൾ 72 വയസ്സായി, പുതിയ ആൾക്കാർ വരേണ്ടതുമല്ലേ, എന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ലോക്കൽ കമ്മിറ്റിയോട് പറയുകയും ആ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ഇപ്പോൾ ഞാൻ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ്. വള്ളം ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ്. ഞാൻ പിന്നെ കുറേ സ്ഥാനം കാര്യങ്ങളെല്ലാം വഹിച്ചിരുന്നു. പിന്നെ DYFIൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാകുമ്പോൾ. പിന്നെ ഇത് ചവിട്ടുതൊഴിലാളിൻ്റെ പിന്നെ ഏരിയ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഏരിയ പ്രസിഡൻ്റായിരുന്നു. പിന്നെ ഇവിടുത്തെ NGK പ്രസിഡൻ്റ് 21 വർഷമായിട്ട് ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിന്. അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് കുറേ പ്രവർത്തിച്ചിന്. 6 വർഷമായിട്ട് അതിൻ്റെ പ്രസിഡൻ്റായിട്ടും പ്രവർത്തിച്ചിന്. ഇങ്ങനെയുള്ള പിന്നെ പാലക്കുന്ന് അമ്പലത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറും അതിൻ്റെ പ്രാദേശിക കമ്മിറ്റി പ്രവർത്തനം നടത്തിയിരിക്കുന്നു. ഇതെല്ലാം ഞാൻ നടത്തിയതാണ്. എല്ലാറ്റിലും സത്യസന്ധത എനിക്ക് ഒരു പരിധി വരെ പുലർത്താൻ വേണ്ടി കഴിഞ്ഞു. പരിധിയല്ല ആയിരിക്കാം അങ്ങനെ ആവാനേ സാധ്യമല്ലോ. കാരണം അപ്പോൾ പറഞ്ഞ ഈ കേസ് തള്ളിയിട്ടായിട്ടാകുമ്പോൾ അത് അച്ഛൻ്റെ പാർട്ടി സ്വാധീനം വെച്ചിട്ടാണ് തള്ളിച്ചെന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞത്. ഹൈക്കോടതിയിലത്തെ ജഡ്ജിനെ സ്വാധീനിച്ചിട്ട് ഞാൻ തള്ളിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ആ വിവരം ആ കാര്യം മനസ്സിലാക്കാനല്ലേ പറ്റും. പിന്നെ നമ്മൾ കേൾക്കലല്ലാണ്ട് വേറെ വഴിയില്ല. ആ രീതിയിൽ എന്നോടിനെ പ്രതികരിച്ച് ആ സ്പോട്ടിൽ തന്നെ എന്നെ ചീത്ത പറയുകയും ചെയ്തു.
അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പം ഇതിൽ കേട്ടതിന് ശേഷം അപ്പോൾ നമ്മൾ ഇവിടെയൊന്നും ആയിരിക്കും പരുതാൻ കഴിയില്ല. അവൾ മറ്റേ ഇതെന്നതിനെ ഉപയോഗിക്കുന്ന പാമ്പസിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ പ്ലഗും കാര്യമെല്ലാം ആടാണ്ട്. മാത്രമല്ല ഒക്കെ ഒരു വിഷമമായി പോകേണ്ട, ചൂട് ഗ്യാസ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ റൂമിലെ AC വരെ ഈ റൂമിൽ ഫിറ്റ് ചെയ്തിട്ട് അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അവളെ സംരക്ഷിച്ച് ഇപ്പോഴും വരുന്നത്. ഈ സമയം കൂടി ഇപ്പോൾ ഞങ്ങൾ അന്ന് വരുമ്പോൾ കൂടി ആ രീതിയിലാണ് ഉള്ളത്. പിന്നെ ബെഡ്ഷീറ്റ് ദിവസം മാറ്റും. അത്ര നല്ല രീതിയിൽ തന്നെയാണ് നോക്കുക. പിന്നെ അവളെ ഇത് പുണ്ണായി പോകണ്ടെന്ന് പറഞ്ഞിട്ട് വലിയൊരു മരുന്ന് പൗഡർ, ഒരു ചെറിയ ചിത്രക്കില്ലേന് 300-400 രൂപയിൽ അങ്ങനത്തെ പൗഡറാണ് ഉപയോഗിക്കുന്നത്. ആ രീതിയിലെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇല്ല 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 പറഞ്ഞിട്ടില്ല. ആ വീട്ടിൽ തന്നെ, അത് നമ്മളൊന്നിച്ചിരുന്നല്ലേ. ഹോം നേഴ്സ് ഇപ്പോൾ ഇന്ന് എത്തിയിട്ടില്ല. എന്നിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ഒരു പെണ്ണുങ്ങളെ നിർത്തിയിട്ടുണ്ട്. അവർ പിന്നെ മകൾക്ക് സുഖമില്ലാന്നും പറഞ്ഞിട്ട് പോയതാണ്. ഇപ്പോൾ നാളെ രാവിലെ എത്താൻ പറ്റുന്നില്ല രീതിയിൽ അവർ വിവരം അറിയിച്ചിരുന്നു. അതാ പെണ്ണുങ്ങൾ വരുന്നത് ചന്ദ്രമതിയാണ്. ഇപ്പോൾ ഒരു മാസമായിട്ട് നിന്നിട്ടുണ്ടായത്. മാറി മാറി തന്നിട്ട് അതും വലിയൊരു പൈസയാണ്. ഏകദേശം 27,500 രൂപയാണ് അവർക്ക് ദിവസം. പിന്നെ അത് മാത്രമല്ല മാസം ദിവസമല്ല മാസം 27,500 രൂപയാണ്. 2,500 രൂപ അവരെ സൊസൈറ്റിക്ക് നമ്മൾ കെട്ടണം. പിന്നെ ഇവരെ പിന്നെ ഭക്ഷണം മുതൽ പല്ലിയേക്കുന്ന ബ്രഷ് അടക്കം നമ്മൾ കൊടുക്കുന്നതാണ്. അത് നല്ല രീതിയിൽ അവർ പിന്നെ ശ്രദ്ധിക്കുന്നുമുണ്ട്. നമുക്ക് ആ കാര്യത്തിൽ വളരെ തൃപ്തിയാണ്. അവർ പിന്നെ അവളെ തുടക്കുന്ന കാര്യത്തിലും മേൽകവുന്ന കാര്യത്തിലെല്ലാം നല്ല വേർത്താലെല്ലാം. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് AC വെച്ച് കൊടുത്തത്. ഇപ്പുറത്തെ റൂമിൽ നിന്ന് എടുത്തിട്ട് അപ്പുറം വെച്ച് കൊടുത്തത്. അപ്പോൾ അത്ര രീതിയിൽ ശ്രദ്ധിക്കുന്ന നമ്മളാണ്. ഈ എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കാണ്ട് ഈ മീഡിയ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ധരിച്ചേക്കുന്നത്? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് എങ്ങനെയായാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അടിക്കണം എന്നുള്ള രീതിയിലെ അടിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിയമപ്രകാരം നിന്നിട്ട് മൂത്രമൊഴിച്ചാലും നിയമപ്രകാരം കേസെടുക്കാം. അതൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അത് പിന്നെ ഈ മീഡിയയിലെല്ലാം പ്രക്ഷേപണം ചെയ്യുന്ന സ്ഥിതിയാണ് മീഡിയക്കാർ. അല്ല ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് തോന്നിപ്പോ, ഞാൻ ഇത് വേറെ കുറ്റപ്പെടുത്തി എനിക്ക് തോന്നുന്നത് എനക്കാണല്ലോ അങ്ങനെ തോന്നിപ്പോകുന്നത്. കാരണം എന്തെല്ലാം പ്രശ്നമില്ലുണ്ട് ഇങ്ങനെയുള്ള കാര്യം ഇങ്ങനെ പ്രക്ഷേപണം ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചിട്ടാണെങ്കിൽ ശരി പ്രക്ഷേപണം ചെയ്യാം. ഇപ്പോൾ ഏഷ്യാനെറ്റുകാരോട് വിളിച്ചിരുന്നു, കാര്യങ്ങളെല്ലാം ചോദിച്ചു. അവർ പ്രക്ഷേപണം ചെയ്തിട്ടില്ലല്ലോ. കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാണ്ട് പ്രക്ഷേപണം ചെയ്യുന്നത് ദുരുദ്ദേശപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ബേക്കലം സ്റ്റേഷനിൽ കൊടുത്തിട്ട് അതിൻ്റെ ഞാൻ പെറ്റീഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ തർക്കിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ തന്നെ കേസ് FIR ഇട്ടിനി. ഇല്ല FIR ഇട്ടിട്ടില്ല അന്വേഷിച്ചിട്ടായിട്ടും. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല അതിൽ മറ്റുള്ള അങ്ങനെയുള്ള കേസല്ല കൊടുത്തത്. എൻ്റെ കാശ് ഇങ്ങനെ എന്നെ വിശ്വാസവഞ്ചനയിൽ നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് കൊടുത്തത്. ഇല്ല അതൊന്നുമില്ല. ഇല്ല അല്ല അയാൾക്ക് ഒന്നുമില്ല, ഒരു ഇതുമില്ല, പിന്നെ ഒരു പേപ്പറും ഇല്ല. ഒരു ആയുർവേദത്തിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ആ വൈദ്യശാലയ്ക്ക് ഒരു പരാതി എന്നുള്ള രീതിയിൽ അവരെ പാരമ്പര്യ വൈദ്യ കമ്മിറ്റിക്ക് ഒരു കത്തും കൊടുത്തിരിക്കുന്നു. ഇല്ല ഈ പിന്നെ ഈ കൃഷ്ണപ്രസാദിൻ്റെ വീടിൻ്റെ അടുത്താണ് അവൻ്റെ ഭാര്യ വീട്. അങ്ങനെയില്ല ബന്ധയില്ലു. അപ്പോൾ ഇവ 1-2 കേസ് ഈ ചെരിഞ്ഞിട്ടിങ്ങനെ നടക്കുന്നത് ശരിയാക്കിയിരുന്നില്ല പ്രസാദ് പറഞ്ഞു. ആ പ്രസാദ് പറഞ്ഞിട്ടായിട്ടുമ്പോൾ അയാളെ ബാക്ക്ഗ്രൗണ്ടൊന്നും ആലോചിക്കാതെയാണ് പെട്ടെന്ന് പിന്നെ മാവൻ്റെ മകളല്ലേ എന്ന രീതിയിൽ അങ്ങനെ ഒരു ചികിത്സ നടത്തിക്കൊണ്ട് പറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാതെയാണ് പ്രസാദ് നമ്മളെടുത്ത് പരിചയപ്പെടുത്താനും ഈ രീതിയിൽ തന്നത്. അയാളെക്കുറിച്ച് എനിക്ക് മോശം അഭിപ്രായമില്ല. എന്താ വെച്ചാൽ പ്രസാദ് എൻ്റെ മകള് ശരിയാവണം എന്നുള്ള ചിന്താഗതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ എന്തും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ വന്നത്. ഇല്ല കൊടുത്തിട്ടില്ല റാഷിദിനെതിരെ. ഈ കക്ഷി ഇയാളെ നോമിനിയാണ്, ഇയാളെ വേഗം കൊണ്ട് നടക്കുന്ന കൂട്ടത്തിലാണ്. ഈ കക്ഷി രോഗികൾ എന്ന് വെച്ചാൽ അവിടെ ചികിത്സ നടത്തുമ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം പിന്നെ അങ്ങനെ പോയി വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നു പോന്നു. അതെല്ലാം ഇങ്ങനെ ചെരിഞ്ഞതും മറ്റേ വിരൽ ഇതായാലും ഇല്ലതാണ് കുലുക്കി പിടിച്ചിട്ടെല്ലാം ശരിയാക്കുന്നതാണ്. അപ്പം മദ്യപാനിയും കൂടിയാണ്. അത് മദ്യപാനി എന്ന് പറഞ്ഞാൽ
നമ്മളവിടെ മദ്യപിക്കുന്ന ഞാനൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. പിന്നെ വീട്ടിൽ മദ്യക്കുപ്പി ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ തന്നെയാണ് കണ്ടത്, ഇങ്ങനെ മദ്യക്കുപ്പി ബാക്കിലുണ്ട്. അല്ല, നമ്മളെ ലക്ഷ്യം എന്ന് വെച്ചാൽ എൻ്റെ മകള് പറഞ്ഞേ, അച്ഛാ അയാൾ ചികിത്സയിൽ ശരിയാവും എന്ന ബോധം എനിക്കുണ്ട്, നിങ്ങൾ അയാളെ ചൊടിപ്പിക്കേണ്ട, അയാളൊരു പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ്, അപ്പോൾ എനിക്കെന്തായാലും നടക്കണം അച്ഛാ. എന്നാൽ നമ്മൾ സൈക്കിളല്ലാണ്ട് വേറെ വഴിയുന്നത്. അവൾ അന്ധമായി പിന്നെ ഇയാളെ വിശ്വസിച്ചു, പിന്നെ ഇയാൾക്ക് എന്നെ നടത്തിക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് നിലവിൽ എൻ്റെ മകൾക്ക് ഉണ്ടായത്. ആ അതുണ്ട്, അത് അവൻ തന്നെ പറയും. പറഞ്ഞവന് അല്ല അവിടെ നിന്നിട്ട് പറഞ്ഞു, അവിടെ നിന്നിട്ട് പറഞ്ഞു. രാവിലെ വിളിക്കുമ്പോൾ ഇതായിട്ടാണ് സങ്കടത്തിലായിരുന്നു. ഇയാൾ ഇത് സോഫേൻ്റെ അടുത്ത് എത്തിച്ചങ്ക് ഇവിടെ ഇതാക്കിയിട്ട് പുറത്തേക്ക് ഊട്ടി പാൻറ്റിലെല്ലാം ഇട്ടിട്ട് ഇതാക്കിയതാണ്. പിന്നെ പുറത്തേക്ക് തൂക്കി കളറിൽ ഇതായതുകൊണ്ടാണ് ഈ പറച്ചിൻ്റെ ഇതിലേക്ക് ഇതായിട്ട് 2 മാസം ഇങ്ങനെ ബാൻ ഇതായിരുന്നു. ഇല്ല, ഇവൻ പറഞ്ഞില്ല. ഇവൻ ആകെ പറയുന്നവരോട് പറഞ്ഞാൽ ഈ പിന്നെ സബ് ജഡ്ജി ഒന്നുമല്ലോ, അവരോട് ഞങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടാണ് സബ് ജഡ്ജിയോട് ഇവൻ പറയുന്ന ഈ കാര്യങ്ങൾ. പിന്നെ ബാക്കിൽ ചടിയിൽ കൈ വരെ ഇട്ടിട്ട് ഒരു മോശമായ രീതിയിലുണ്ടായിരുന്നാണ്. അതൊക്കെ പറയാൻ വിഷമാന്ത് കൊണ്ടാണ് പറയാതിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലടക്കം നമ്മളൊരു കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ SP അടുത്ത് കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവരടുത്ത് പറയുമ്പോഴാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത്. അപ്പോൾ നമ്മൾ അവനോട് പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് മകൻ പറയാതിരുന്നതിൻ്റെ ഉദ്ദേശം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവൻ്റെ ഭാര്യ തന്നെ ഭാര്യക്കും അവൻ്റെ മക്കൾക്കും ചെലവിന് കൊടുക്കുന്നില്ല പറഞ്ഞിട്ട് ചന്തേര പോലീസ് സ്റ്റേഷനിൽ FIR ഫയൽ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കോപ്പി ഉണ്ട്. ഇല്ല പാസ്സായിട്ടില്ല. അതെന്താ വെച്ചാൽ 4 പ്രാവശ്യം നമ്മൾ കോഴിക്കോട് പിന്നെ ആംബുലൻസിൽ തന്നെ പോയി. അപ്പോൾ 8 ഡോക്ടർമാർ പിന്നെ പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് കിട്ടാൻ കുറേ അപ്പോൾ കോടതി മുഖാന്തരം തന്നെയാണ് പിന്നെ ഇവിടെ കോഴിക്കോടേക്ക് അയക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ 4 പ്രാവശ്യം പോയി തിരിച്ചു വന്നു. പിന്നെയും സർട്ടിഫിക്കറ്റ് വന്നു. 73% തകരാറുണ്ടെന്ന് പറഞ്ഞിട്ട് കോടതിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് വന്നത്. അതുവരെ കേസ് ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടായി. ഇൻഷുറൻസ് നമ്മൾ കൊടുത്ത കേസ് ഈ അത് ഇൻഷുറൻസ് തുക ഇവൻ കല്യാണം കഴിച്ചാൽ മാത്രമേ അവകാശപ്പെടാൻ പിന്നെ പറ്റും. അപ്പോൾ അതിനാണ് ഈ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നതെന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് പിന്നെ ഇവ കല്യാണം കഴിക്കാൻ വേണ്ടി പറയുന്നത്. ഈ ഇൻഷൂർ തുക പിന്നെ ഇപ്പോൾ 73% എന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ നല്ലൊരു ഇത് വരും. അപ്പോൾ നല്ലൊരു തുക കിട്ടുന്നില്ല അടിസ്ഥാനത്തിലാണ് ഇവൻ പിന്നെ ഇതിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒന്നും കഴിയാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത്ര ഇരുന്നിട്ടുണ്ട്, ഇവിടെ കട്ടിലിൽ ഇരിക്കാൻ പറ്റും. ആർന്ന് ഇത്ര ഈ കൈ എത്രയാണോ എത്തുന്നത് അത് മാത്രമേ പറ്റൂ. അങ്ങനെയല്ല ഒരുത്തൻ കല്യാണം കഴിച്ചിട്ട് എന്താണ് ഉദ്ദേശം? അപ്പോൾ ദുരുദ്ദേശം നമുക്ക് ആർക്കും വ്യക്തമല്ലേ. ഇങ്ങനെയല്ല ഒരു പെണ്ണിനെ കൊണ്ടുപോയിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു പെണ്ണുങ്ങൾ സ്വന്തമായ ഭാര്യ ഉണ്ട്, ആ ഭാര്യനെ വെച്ചും കൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ എന്താണ് ലക്ഷ്യം? ഉണ്ട്, ഇന്ന് വന്നിട്ടുണ്ടാ? അതെ, ഒരു സാധ്യതയില്ല. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഗ്രൗണ്ട് ഫ്ലോറിൽ പിന്നെ റൂമിൽ വരാന്തയുടെ അടുത്താണ് ജനലുണ്ട്. ആ ജനൽ ഇവക്ക് പിന്നെ തുറക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവൻ ഈ പറഞ്ഞിപ്പോൾ ഞാൻ കാസർഗോഡ് കണ്ടിരുന്നു പറയുമ്പോൾ വന്ന് ഈ ജനൽ തുറന്നു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഇല്ല. അത് ആരെടുത്ത്? നമ്മളെടുത്ത് ഇല്ല. നാളെ ഇന്ന് നമ്മളോട് പോലീസ് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളില്ലാமல் നിങ്ങൾ CCTV മുമ്പേ ഉണ്ടായിരുന്നു, അത് ഇടിമിന്നെല്ലാം പോയി. ഇപ്പോൾ എന്നിട്ട് ഇന്നിപ്പോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട് വന്നിട്ട്. ഓ എല്ലാം മുതലുണ്ട്. മുമ്പിലുള്ള പാടമാണ്
അപ്പൊ അതിനപ്പുറം വണ്ടി വെച്ചിട്ട് ആര് വന്നാലും രാത്രി വന്നു കഴിഞ്ഞാൽ അറിയാം. ഗേറ്റ് ഉണ്ടല്ലോ, വയലിലേക്ക് ഇറങ്ങുന്ന ഗേറ്റ് ഉണ്ട്, അതിൽ സുഖമായിട്ട് വരാം. അത് പൂട്ടൽ ലോക്ക് ചെയ്യില്ല. തൃക്കരിപ്പൂരല്ല, നീലീശ്വരം കോട്ടപ്പുറം. ആ, അങ്ങനെ നീലീശ്വരം കോട്ടപ്പുറം നമ്മൾ പോയി പിന്നെ പള്ളിയിലെ പ്രസിഡന്റ്, പിന്നെ അടുത്ത പിന്നെ നീലീശ്വരം വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ ലീഗിൻ്റെ ഒരു പിന്നെ പൊതുപ്രവർത്തകൻ, നാഷണൽ ലീഗിൻ്റെ ഞങ്ങൾ 4-5 പേര് വീട്ടിലേക്ക് പോയിരുന്നു, ഇയാളെ ഈ റാഷിദിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ ഉമ്മ, അതുപോലെ തന്നെ പിന്നെ ഏട്ടൻ, പെങ്ങൾ, ഇവരുണ്ട്. ഇവരോട് നമ്മളെല്ലാം ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, അവരൊന്നും സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു അച്ഛൻ്റെ വിഷമാണ് പറയുന്നത്, ഇന്ന മാതിരിയാണ് സ്ഥിതി, അതിന് നിങ്ങൾ അവനെ പിന്തിരിപ്പിക്കണം എന്ന രീതിയിൽ ഈ ഉമ്മാടും അതുപോലെ തന്നെ ഏട്ടനോടും ഈ പെങ്ങളോടും പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ രണ്ടാമത് ഞാൻ മിനിയാന്ന് പോയി, പിന്നെ അതിൻ്റെ കത്തിൻ്റെ കോപ്പിയുണ്ട്, അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ അവർക്കൊരു പരാതി കൊടുത്തിട്ടുണ്ട് പള്ളി കമ്മിറ്റിക്ക്, ജമാഅത്ത് കമ്മിറ്റിക്ക്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശ്രമിച്ചു നോക്കാം. അവനെക്കുറിച്ച് വലിയ വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കും. ഇത് മിനിയാൻ നേരെ വീട്ടിൽ കൊണ്ടുകൊടുത്തതാണ് അവരെടുത്ത്. അപ്പോൾ അവർ നല്ല രീതിയിലാണ് നമ്മളോട് മറുപടി പറഞ്ഞത്. ഞങ്ങൾക്ക് കഴിയുന്ന മാക്സിമം ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാൾ അതിൻ്റെ എഫ്ഐആറിൻ്റെ ഞാൻ എസ് പിക്ക് കൊടുക്കുന്ന കംപ്ലയിൻറ്റിൽ വെക്കുന്നുണ്ട്. ഒരുത്തൻ ഇവൻ ഈ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടായിട്ടാകുമ്പോൾ ഒരു മധ്യസ്ഥന് വന്നിരുന്നു. അപ്പോൾ ആളെ നമുക്കറിയുന്നൊന്നും ചെയ്തില്ല. അയാൾ പിന്നെ ഇവിടെയാണ് താമസം, പറശ്ശിനിക്കടവ്. ആൾ പെട്ടെന്ന് വരിക. അപ്പോൾ ഇവിടെ എന്നെ വിളിക്കുകയും ചെയ്തു, പിന്നെ ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അയാൾ വരാന്തയിൽ കയറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാന്തയിൽ ഇരിക്കാൻ വേണ്ടി പറയൂ, വരാന്തയിൽ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ വരാന്തയിൽ ഇരിക്കാൻ കസാലയും കാര്യങ്ങളും ഉണ്ട്, ഇരിക്കാൻ വേണ്ടി പറയുമെന്ന് പറഞ്ഞപ്പോൾ ഇരുന്നിട്ടില്ല. ഉടനെ പിന്നെ എന്നെ വിളിച്ചു. ഞാൻ വരുമ്പോഴേക്ക് ഇല്ല അവിടെ. പിന്നെ പള്ളത്തിൽ എന്നെ കാത്തിക്കുന്നുണ്ട്. ഞാനും ഉടനെ ഒരു സംശയത്തിൻ്റെ അവനോട് കാര്യങ്ങൾ ആദ്യം അന്വേഷിച്ചു. അപ്പോൾ ഒരു ഫോണിലാണ് ആദ്യം പറഞ്ഞത്, പിന്നെ കാറിലെ ഞാൻ വരാം, 2500 രൂപ കാറിൻ്റെ ചാർജ് തരണം, ഈ റാഷിദിനെ കുറിച്ചിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ പറയാം, പിന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കാം. അങ്ങനെയാണ് അവൻ വന്നത്. അതിന് അപ്പം എനിക്കൊരു ബലമായ സംശയത്തിൻ്റെ പേരിൽ ഉടനെ ഞാൻ പോലീസിൽ പരാതി പറഞ്ഞു. പോലീസ് അപ്പം പറഞ്ഞ് കൊണ്ടുപോയി. അതിന് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അത് എനിക്കറിയില്ല ആളാ. അഡ്രസ്സ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കേസിൻ്റെ എഫ്ഐആറിൻ്റെ കോപ്പി ഞാൻ തരാം. ഇല്ല, ഫോണിൽ മാത്രമേ സംസാരിച്ചിരുന്നു. നമുക്ക് അത് പ്രശ്നം പരിഹരിക്കാനൊരു ശ്രമം നടത്താം, അപ്പോൾ ഞാൻ വരുന്നു. അപ്പോൾ വർത്താനമല്ലെന്ന് പറഞ്ഞാൽ എന്നോട് ആദ്യം പറഞ്ഞ് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എനിക്ക് സംസാരത്തിൽ ഞാൻ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നില്ല, അതിൻ്റെ അല്ല, ഒരു ദമ്മിലാണ് സംസാരിച്ചത്. ഞാൻ അങ്ങനെ സംസാരിക്കാനും മധ്യസ്ഥൻ സംസാരിക്കുമ്പോൾ ഈ രീതിയിൽ റഫ് സംസാരിച്ചാൽ നമ്മളതിന് തയ്യാറാവില്ല. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കാര്യങ്ങൾ പറയുന്നു പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അയാൾ ഞാൻ ഏതായാലും വരാം. അപ്പോഴാണ് നമുക്ക് സംശയം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്ത് അവർ അന്ന് ഇടി നിർത്തിയിരുന്നു. പിന്നെ ജാമ്യയിൽ വിട്ടതാണ്. അത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇതെല്ലാം ഞാൻ കോപ്പി പിന്നെ ഇവിടെ പ്രസ് ക്ലബ്ബിൽ എത്തിക്കാനുള്ള ശ്രമം നാളെ തന്നെ നടത്താം. അതിനപ്പുറം പോയില്ല. ഇതിൻ്റെ അവർ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ കാശാണ് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അയാൾ പോയി കണ്ണൂരിൽ നിന്ന് ഈ പിന്നെ കാർ എടുത്തിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ കാറോട് കൂടിയിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയത്. അതിൽ വലിയ സെക്ഷൻ ഇട്ടില്ല, ചെറിയ സെക്ഷൻ തോന്നുന്നു ഇട്ട്. എത്ര ദിവസമല്ല, മാസമൊക്കെ തോന്നുന്നു. അതിൻ്റെ അതെല്ലാം രേഖ ഉണ്ട്. അതെല്ലാം ഞാൻ രേഖ തരാം. ഇപ്പോൾ വക്കീല് നമ്മളെ പിന്നെ വക്കീലിൻ്റെ ഇത് നമ്മൾ പത്മനാഭൻ വക്കീലാണ് നമ്മളെല്ലാ കേസിനും കാര്യത്തിനെല്ലാം സഹായിക്കുന്നതും. പിന്നെ അയാളിനെയാണ് എല്ലാം ചെയ്യുന്നത്. ഞങ്ങൾ തൊട്ടടുത്ത് വീട്ടുകാരാണ്. തൊട്ടടുത്തല്ല, കുറച്ച് ദൂരം കൊണ്ട് പടിഞ്ഞാറാണ്. ഇതിവിടെ ഉദയമംഗലാണ്. പത്മനാഭൻ വക്കീൽ. അപ്പോൾ അയാളാണ് ഇപ്പോൾ പെറ്റീഷനിലൊന്ന് തയ്യാറാക്കിയിട്ടുണ്ട് എസ് പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പിന്നെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മൂപ്പർ ഹൈക്കോടതിയിൽ ഇന്നലെ വൈകുന്നേരം വണ്ടിക്ക് ട്രെയിനിൽ പോയതുകൊണ്ട് ഈ റഫ് എഴുത്തന്തയില്ല. അപ്പോൾ അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏത് പെരിയ കേസിൽ വക്കീൽ. അപ്പോൾ അയാൾ ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ സ്നേഹിതന്മാരാണ്. ഞാൻ അവരെ വാർഡിൽ നിന്നിട്ട് ഞാൻ ജയിച്ചൊരു കക്ഷി കൂടിയാണ്. ആ വാർഡിൽ അംബികാനഗർ വാർഡിൽ 95. അത് യഥാർത്ഥ ഞങ്ങളോട് നേരം LDFൻ്റെ വാർഡല്ല,
അല്ലാതെ വാർഡാണ്. 26 വോട്ടിന് ഞാൻ ജയിച്ചതാണ് ആ വാർഡിൽ. ഓ അല്ല 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 അല്ല, ഇത് അമ്പിയാനാർ എന്ന് പറഞ്ഞാൽ UDFൻ്റെ ഉറച്ച, ആകെ ഞാൻ മാത്രമേ അതിൽ ജയിച്ചിരുന്നുള്ളൂ. ഓ വീട്ടിൽ വന്നാൽ സംസാരിക്കാം. ഓ അല്ല, എന്നെ സംസാരിച്ച ഈ പറഞ്ഞ ഞങ്ങളെ നല്ല മോശമായിട്ട് പറയും, പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയും. അത് ഓനാ ഓ അത് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷമാണ് വീട്ടിൽ ഞങ്ങളുടെ വീട്ടുകാരെ ആരെയും കണ്ടുകൂടാ. ഞങ്ങൾ എന്തെങ്കിലും അത് പറഞ്ഞാൽ ഇവന് തെറി വിളിച്ചു. കാരണം അവൻ്റെ വൈഫ് പറഞ്ഞതിനനുസരിച്ചിട്ട് ഒരു കോൺവെർസേഷൻ എനിക്ക് കിട്ടിയിരുന്നു, വൈഫ് റെക്കോർഡ് ചെയ്ത് അയച്ചു തരുന്നു. അവന് വേറൊരു പെണ്ണുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അത് കേൾപ്പിച്ച് ശേഷം അത് അവൾ ഉൾക്കൊള്ളുന്നില്ല. അത് നിങ്ങളൊക്കെ വെറുതെ ഉണ്ടാക്കിയത് സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു ഭീകരത മുഖത്തോട് കൂടിയിട്ടാണ് സംസാരം. ഇപ്പോൾ ഞങ്ങൾ വീട്ടുകാരും കാണാൻ പാടില്ല, അത് അവർക്ക് സഹിക്കുന്നില്ല. അപ്പം ഒരു വല്ലാതെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ഇതാവുന്നുണ്ട്. പുറത്തുള്ള ആളോട് വന്ന് സംസാരിക്കുന്നത്, ആ സംസാരിക്കുമ്പോൾ വളരെ ഈ ഒറ്റ കാര്യമാണ് പറച്ചത്. സംസാരം അച്ഛനും അമ്മയുടെ അടുത്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഇവിടെ തന്നെ അവർ പിന്നെ ചിലപ്പോൾ കൊന്നുകളിയോ എന്നുള്ള സംശയമുണ്ട് എന്നുള്ള രീതിയിലടക്കം പറയും. മർദ്ദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അത് പിന്നെ അതിനും നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. കാരണം ഈ 2 കാലില്ലാതെ എങ്ങനെ മർദ്ദിക്കാൻ ഒരച്ഛനും അമ്മക്കും പറ്റും? നിങ്ങളെന്നെ മാത്രം മനസ്സിലാക്കിയാൽ ഞാനതിന് മറുപടിയായിട്ട് പറയുന്നില്ല. SP ഓഫീസിൽ നിന്ന് അയച്ചിരുന്നു, ഒരു ദിവസം അയച്ചിരുന്നു. അത് പറഞ്ഞിട്ടില്ല, അതിപ്പോൾ അതിന് നമ്മൾ ഒന്ന് ഇപ്പോൾ ബന്ധപ്പെടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതെ, ആ കൗൺസിലിങ്ങും അവരുടെ നേതൃത്വത്തിൽ തന്നെ. അല്ല, പോലീസ് പ്രൊട്ടക്ഷൻ പിന്നെ എന്തെങ്കിലും ഇവരാവശ്യപ്പെട്ടാൽ കൊടുക്കണമെന്ന് നമ്മൾ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് SP തന്നെ നിർദ്ദേശിച്ച സംഭവമാണ് ഈ കൗൺസിലിങ്. അതായത് ഞങ്ങൾ കൗൺസിലിംഗ് മറ്റാരെയും സമ്മതിക്കും, നമ്മൾ പ്രൈവറ്റായിട്ട് ആര് വിളിച്ചാലും അങ്ങോട്ട് പോകാനോ സമ്മതിക്കുന്നില്ല. SP തന്നെ ഇവിടെ പോലീസ് കൗൺസിലറെ അയക്കാൻ വേണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയക്കാനാണ് പോലീസ് കൗൺസിലർ അയക്കുന്നത്. ഞാൻ അച്ഛനാണ്, പിന്നെ അമ്മയാണ്, എൻ്റെ മകനാണ്, എൻ്റെ അഞ്ചനാണ്, അത് പിന്നെ എൻ്റെ മകളെ മകനാണ്. ഓ പേര് എൻ്റെ പേര് PV ഭാസ്കരൻ, പിന്നെ KT രോഹിണി, സുബിത്ത്, ഗംഗാരൻ PV, പിന്നെ അഭിനവ്. അതെ അതെ, അതിപ്പോ ആയിട്ടുണ്ട്. അവൻ ഫോണുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. അത് അതിലൊരു കാര്യം ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം മുമ്പ് സബ് ജഡ്ജിയോട് പറഞ്ഞ കാര്യം മാത്രമേ ഇവിടെയും പറഞ്ഞുള്ളൂ. അപ്പൊ അത് നമ്മളൊരു കാര്യമാണ്. സബ്ജക്ട് പിന്നെ ഈ മകനെ അച്ഛൻ പറഞ്ഞു ഞാൻ പോറ്റിക്കോളാം എന്ന രീതിയിൽ പറയുകയും, അപ്പോൾ ഇവൾ നിർബന്ധമായും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, വിട്ടുതരുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള രീതിയിൽ ഈ മകനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അവിടുന്ന് കോടതിയിൽ നിന്ന് തന്നെ ഒരു ഇത് പറഞ്ഞു, 12 വയസ്സ് വരെ പിന്നെ അമ്മക്കാണ് പൂർണ്ണമായി ഇതിൽ, പിന്നെ അതേ സ്ഥാനത്ത് ഏത് സമയത്തും അച്ഛൻ വരുമ്പോൾ കാണിക്കാനുള്ള സംവിധാനമാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വരാൻ വേണ്ടി പാടില്ല, എനിക്കൊരു കട ഉണ്ട് ഉദുമയിൽ, ആ കടയിലേക്ക് വന്നാൽ ഞാൻ ഇയാളെ കൂടെ അയക്കാം, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് കൊണ്ടുവരുന്ന സ്ഥിതിയിൽ അങ്ങനെ കുറച്ച് നാൾ ആ രീതിയിൽ തന്നെ തുടർന്നു. ഇപ്പോഴും മകൻ വേണമെന്നില്ലൊരു പ്രശ്നം, മകൻ റൂമിൻ്റെ അകത്ത് പോകുന്നതേ ഇഷ്ടമല്ല, ആ അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ മന്ത്രത്തിലും കാര്യത്തിലൊന്നും വിശ്വസിക്കാതെ ഒരുത്തനാണ് ഞാൻ. ഇപ്പം എനിക്കൊരു സംശയം വന്നു പോകുന്നു, ഈ മന്ത്രമെല്ലാം ഉണ്ടോപ്പാ എന്നൊരു തോന്നൽ. കാരണം ഈ പെണ്ണ് ആ അർത്ഥത്തിലാണല്ലോ നമ്മളോടുള്ള സമീപന രീതി. കാരണം ഇവൻ ഒരു മന്ത്രവാദിയാണ്. അതും എന്നെ പറഞ്ഞു, ഞാൻ മന്ത്രത്തിൽ നിങ്ങളെ ഞാൻ കെടുത്തുന്ന വരെ ഇപ്പം ഇതിൻ്റെ പറഞ്ഞു. അതെ, എന്നാൽ നിൻ്റെ മന്ത്രം നമുക്കൊന്ന് നോക്കാമെന്നുള്ള രീതിയിൽ ഞാനതും പറഞ്ഞിരുന്നു. നിൻ്റെ മന്ത്രത്തിന് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ നമുക്കും പഠിക്കാനായല്ലോ. അതെ, പെടുത്തിയിട്ടുണ്ട്. അതെ അതെ അതെ, ലാസ്റ്റ് പിന്നെ നമ്മൾ കോടതിയിൽ ഹാജരായിട്ട്
എനിക്ക് പിന്നെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ഇന്ന് ആവില്ല സർ എന്ന് ഞാൻ പറയുകയും 1-ാം തീയതിയാണ് തോന്നുന്നു 1-ാം തീയതിയാണ് പിന്നെ സബ് ജഡ്ജി വന്നിട്ട് അന്വേഷിച്ചു. അപ്പോൾ ഒരു SI ഉണ്ടായിന്, ഒരു പോലീസും ഉണ്ടായിന് ആ വണ്ടിയിൽ. 1-നോ 2-നോ മറ്റേ നല്ല ഓർമ്മയില്ല. ഇത് ഇന്നലെ എന്താ വെച്ചാൽ ഞാൻ ഇതെല്ലാം ക്ലിയർ ആവട്ടെയും ഇന്നലെ ആൾക്കാർ നമ്മളുമായിട്ട് നല്ല ബന്ധമില്ലവരെല്ലാം നല്ലൊരു ശതമാനം വീട്ടിലെ ആൾക്കാർ വരികയും പിന്നെ ഫോൺ 1 മിനിറ്റും കൂടി നിന്നിട്ടില്ല. പിന്നെ എനിക്കെന്നെ കുറച്ച് ഞാൻ ഒരു ഷുഗർ രോഗി കൂടിയാണ്. പിന്നെ ഇൻസുലിൻ വെക്കുന്നതാണ്, 4 തവണ ഇൻസുലിൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ ടെൻഷൻ വന്നു. അപ്പോൾ മാത്രമല്ല ബായി പറ്റാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് സംസാരിച്ചുകൊണ്ട് ബായി പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഓരോ ഉറപ്പുണ്ട് ആ പൊതുരംഗത്ത് ഇല്ലേൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാനും ഈ കുടുംബം ഇപ്പോഴും ഈ രീതിയിൽ നിലനിൽക്കുന്നത്. എന്തെങ്കിലും ശരി.